സഞ്ചരിക്കുന്ന ഡാൻസ് ബാറുകളാണ് കേരളത്തിലെ ഓരോ ടൂറിസ്റ്റ് ബസ്. ഒരു വെട്ടം കണ്ട പ്രകാശം പരക്കട്ടി. അവന്റെ നെയിം ബോർഡ് ഭയങ്കര ബ്രൈറ്റ്നസ്. ലൈലൻഡ് ഓടിക്കുന്നതിന്റെ ഒരു സുഖം. ആ ക്യാപ്ഷൻ കാണുമ്പോഴേ അറിയിക്കും ആരായിരിക്കും ഓടിക്കുന്നത്. ഒരു പയ്യൻ നൈസായിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നു. ഒന്നല്ല കുറെ പേര് എടുക്കും. പൊന്നോ നമ്മുടെ ഹണി ബേസിന്റെ വണ്ടിയാണ്. എൻ്റെ ഒപ്പം അതിലും നെയിം ബോർഡിന്റെ വെട്ടം കണ്ട. അതാണ് ഇതിന് ചാർജ് കൊടുക്കാൻ വേണ്ടിട്ട് ട്രാൻസ്ഫോമർ ആയി വണ്ടി വെച്ച് ചെയ്യണ്ടേ. പഞ്ചമി നമ്മുടെ ട്രിവാൻഡ്രത്തെ സ്മിത്ത് ക്രിയേഷൻസിന്റെ വർക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ടീംസ് നമ്മുടെ കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളിലും അല്ലാതെ കേട്ട് സെറ്റ് വർക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് വർക്ക് നമുക്ക് ഇന്ന് പരിചയപ്പെട്ടു. അത് അവരുടെ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഇന്ന് നോക്കാം. ഓരോ ദിവസമായിട്ട് സെറ്റ് വർക്കാരുടെ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ആ ലൈറ്റ് വർക്ക് അല്ലെങ്കിൽ സൗണ്ട് വർക്ക് സെറ്റ് വർക്കുകളുടെ പേരെന്താണെന്നറിയാൻ ഒരേ ഒരു ക്ലൂ തന്നാൽ മതി. അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രത്യേകതയുണ്ട്. കാണുന്നവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അത് കണ്ടാൽ ചിരിച്ചു എന്നുള്ള കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിലുള്ള സ്റ്റോറീസ് ഇടുന്ന കേരളത്തിലെ ഒരേ ഒരു സെറ്റ് വർക്ക് ആരായിരിക്കും? അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന സുമിത് ക്രിയേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നൈസ്. അപ്പോൾ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ കണ്ണുകടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സുമിത് ക്രിയേഷൻസിന്റെ അക്കൗണ്ടാണ്. പ്രൗഢിയോടെ ആനയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന കൊമ്പന്മാരുണ്ട്. ആരാ? നമ്മുടെ ഒന്നസ്. വേറെ ആ ഒന്നസിന്റെ ട്രെൻഡിങ് ഐറ്റം പരീക്ഷിച്ച് അത് കേരളത്തിൽ മൊത്തം ട്രെൻഡിങ് ആക്കിയ ഒരു സെറ്റ് വർക്ക്, അതായത് ലൈറ്റ് വർക്കാണ് നമ്മുടെ സുമിത് ക്രിയേഷൻസ്. സുമിത് ക്രിയേഷൻസിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കാണും, കോമഡിയാണ്. അത് ഈ വിഷമിച്ച് എന്ത് സമയം പോകണില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത് ക്രിയേഷൻസിന്റെ സ്റ്റോറി കയറി കാണും. ചിരിച്ചാവും ഉപ്പളം. ഒരു സ്റ്റോറി ഇപ്പം കാണിച്ചില്ലേ, സുമിത് ക്രിയേഷൻസ് ഏട്ടൻ ഈ വഴി വന്നിരുന്നല്ലോ എന്നിട്ട് എന്നെ അറിയിച്ചില്ല. സംഭവം ഇട്ടേക്കെന്ന് പറഞ്ഞില്ല, ആ ലൈറ്റ് ബോർഡ് വെട്ടുവേണ്ടി തിളങ്ങുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാണ് സുമിത് ക്രിയേഷൻസ് പറയുമ്പോൾ ഓരോരോ ഐഡിയകൾ ഓരോ കോൺസെപ്റ്റ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് അച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ സ്റ്റോറീസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ പൊന്നെ ഇതൊക്കെ കാണാം, വേറെ ലെവലാണ്. 340 പോസ്റ്റ് ഉണ്ട്. ഇതും കാണാൻ നിന്നാൽ ഞാൻ യൂട്യൂബിൽ സിനിമ ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളിതിലുള്ള കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം നമുക്ക് റിയാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അതായത് സുമിത് ക്രിയേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം 22.6K ഫോളോവേഴ്സ് ഉണ്ട്. 22.6K ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഉടമ കൂടിയാണ് ആര്? ട്രെൻഡിങ് ഐറ്റം സുമിത് ക്രിയേഷൻസ് ഗൈസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്തോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആരാധകർ വേറെ. സൂപ്പർ താരപരിവേഷത്തിലായിരുന്നു ഈ വാഹനം. ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കണമല്ലേ? നമ്മുടെ പ്രൈവറ്റ് ബസ്, നമ്മൾ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്തായിരുന്നു. നമ്മുടെ കുവൈറ്റിൻ്റെ പ്രൈവറ്റ് ബസ്സിലാണ് നമ്മുടെ സുമിത് ക്രിയേഷൻസ് ഈ കലാവിരുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ അണ്ണന്മാരുടെ വണ്ടി നമ്മുടെ സുമിത് ക്രിയേഷൻസിന് മടയൊന്ന് പണി കഴിഞ്ഞ് പോയതാണ്. പുഷ്പഗിരി എന്ന് പറയുന്ന ആ വണ്ടിയുടെ വിഷ്വൽ ട്രെയിറ്റാണ് കേസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുമിത് ക്രിയേഷൻസിൻ്റെ വർക്കാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ കൊമ്പൻ്റെ ബോംബെ വരുന്നുണ്ടല്ലേ, ഫുൾ വെറൈറ്റി വർക്കാണ് നമ്മളെ സുമിത് ക്രിയേഷൻസ് ചെയ്യുന്നത്. എൻ്റെ പൊന്നെ നിയോൺ വർക്ക് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട. ആ ഒരു പെർഫെക്ഷനാണ് സുമിത് ക്രിയേഷൻസിൻ്റെ പ്രത്യേകത. അത് നമ്മളെ സെറ്റ് വർക്കാരുടെ ഇൻസ്റ്റാഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സുമിത് ക്രിയേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫുൾ ഓഫ് വെറൈറ്റി. ലൈറ്റ് വർക്ക് മാത്രം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന, അതായത് ലൈറ്റ് വർക്ക് കൊണ്ട് മാത്രം ട്രെൻഡിങ് ഓരോ സമയത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് സുമിത് ക്രിയേഷൻ. അതായത് ഇപ്പം MVD ഒക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ടൊക്കെ താന്നിക്കുക. പക്ഷേ ഈ സമയത്ത് സുമിത് ഏട്ടാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തെന്ത് പരീക്ഷിക്കുക. വൈകാതെ വരും ഏതെങ്കിലും ഒരു വണ്ടിയിൽ സൈലന്റ് ആയിട്ട് അടുത്ത ട്രെൻഡിങ് വരും ഗൈസ്. നിയോൺ വർക്കൊക്കെ അങ്ങനെ ട്രെൻഡിങ് കൊണ്ടുവന്നത് നമ്മൾ സുമിത് ക്രിയേഷൻസ് ആണ് ഗൈസ്. അതായതാണ് പുഷ്പയിൽ താക്കം കാണിച്ചത്. എൻ്റെ പൊന്നെ ആ പകല് പോലും
ആ നെയിം ബോർഡ് കിടക്കുന്ന ബ്രൈറ്റ്നെസ് അല്ല, അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. എൻ്റെ പൊന്നെ, പകല് പോലെ വണ്ടിക്കകത്തുള്ള പ്രകാശം കണ്ട ആ ഒരു ബ്രൈറ്റ്നെസ് ഒന്നും പറയാനില്ല കേസ്. അതാണ് ആ ബ്രൈറ്റ്നെസ് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഒരു വണ്ടി നെയിം ബോർഡ്, അവൻ്റെ നെയിം ബോർഡ് ഭയങ്കര ബ്രൈറ്റ്നെസ്, അപ്പോഴും മറ്റുള്ളത് അപ്പോഴും അത് ചെയ്ത സുമിത് ക്രിയേഷൻസ് ആയിരിക്കും. അതാണ് കേസ് പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വെറൈറ്റി ഐറ്റം ഉണ്ട്. ക്യാപ്ഷൻ വായിച്ചതാകെ ലൈലൻഡ് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം. ഉഫ്, ആ ക്യാപ്ഷൻ കാണുമ്പോഴേ അറിയിക്കും ആരായിരിക്കും ഓടിക്കുന്നത്. വേറെ ആയിരിക്കും, സുമിത് ക്രിയേഷൻസിൻ്റെ സുമിത് ഏട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സുമിത് ഏട്ടൻ എന്ന് പറയുന്നത്. അതായത് സുമിത് ക്രിയേഷൻസിൻ്റെ മൊത്തം ഐഡിയ ഇങ്ങനെ വരുന്നത് ഈ ഒരു തലയിൽ നിന്നാണ്. ഇതിലെല്ലാം ആ ക്രൂ മിസ്സിലോട്ട് മൊത്തം പോയിട്ട് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് ഓരോരോ ട്രെൻഡിങ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് കേസ്. അതുപോലെ ഈ ഇടയ്ക്ക് കുറേ പേർ സ്റ്റാറ്റസ് എടുക്കാൻ പോകും. സുമിത് ഏട്ടൻ്റെ പുതിയ പണി തുടങ്ങി, പിക്സൽ പട്ടികൾ വിൽപ്പനയ്ക്ക്. വെറൈറ്റി അല്ലേ അത് വേറെ വന്ന സാധനം, അതുവരെ സുമിത് ഏട്ടൻ്റെ തലയെ കൊണ്ട് വെച്ച് കൊടുത്ത്. അതെന്ന് പറഞ്ഞാൽ പുതിയ കോൺസെപ്റ്റുകൾ വരുമ്പോൾ ആൾക്കാർക്ക് പറയും ഓ അത് സുമിത് ഏട്ടൻ്റെ പണിയെന്നായിരിക്കും. അതാണ് ആ ഒരു സുമിത് ക്രിയേഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം മൊത്തം നോക്കാൻ നോക്കുന്ന മൊത്തം ട്രെൻഡിങ്ങും ഉണ്ട് കേസ്. ദ ഗോസ്റ്റ് ഓഫ് കണ്ണൂർ, നമ്മുടെ സ്പടികം, കണ്ണൂർ സ്പടികം, അതും നമ്മുടെ സുമിത് ക്രിയേഷൻസിൻ്റെ മടയിൽ നിന്നാണ് ഇറങ്ങിയത്. അവരുടെ ഒരു വെട്ടം കണ്ട കേസ്. പ്രകാശം പരക്കട്ടെ, പ്രകാശം മാത്രമേ പരക്കുന്നുള്ളതിൽ എൻ്റെ പൊന്നു വിഷയം. അടുത്തായിട്ട് നിഞ്ച എന്നാൽ ഫയറാടാ ഫയർ. അപ്പോൾ വെച്ചാൽ നമ്മുടെ നെഞ്ച് 2 വണ്ടികളും അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന പയ്യന്മാരെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഒരു പയ്യൻ നൈസായിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നു പ്ലീസ്. എന്നാലും കുറേ പേര് വീഡിയോ എടുക്കും. ഓ ബ്രൈറ്റ്നെസ് ആണ്, നെയിം ബോർഡിൻ്റെ ബ്രൈറ്റ്നെസ്. എൻ്റെ മുന്നേ എന്തുവാടാ ചെയ്ത് വെച്ചേക്കുന്നേ. ആ ബ്രൈറ്റ്നെസ് മൊത്തം അടിക്കുമ്പോൾ ഫോണിൽ ക്ലാരിറ്റി പോലും കിട്ടല്ലേ. എൻ്റെ പൊന്നു വിഷയം. ക്യാപ്ഷൻ വായിച്ചു നോക്കണ കേസ്, പമ്പ് ഓൺ വീൽസ്. ഐശ്വര്യ ആണ് സഞ്ചരിക്കുന്ന ഡാൻസ് ബാറുകളാണ് കേരളത്തിലെ ഓരോ ടൂറിസ്റ്റ് ബസ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു വാർത്ത വായിക്കുന്ന ഒരാൾ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ BS6 കേരളത്തിലെ ആദ്യത്തെ BS6 വണ്ടി ഇറങ്ങിയപ്പോൾ പോലും അത് ചെന്നെത്തിയത് സുമിത്തേട്ടൻ്റെ മടയിലുണ്ട്. മട വിട്ടു ഇനി കളിയാണ് ഷിയാസ് ഓഡിയോസിന്റെ മടയിൽ. അതായത് സുമിത്തേട്ടൻ്റെ ലൈറ്റ് വർക്ക് എല്ലാം കണ്ടെടുത്ത് ഷിയാസ് ഓഡിയോസിൽ സൗണ്ട് വർക്ക് വേണ്ടിയിട്ട് പോകുന്നു. അപ്പം ലൈറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ നേരത്തെ ഇറങ്ങിയ വീഡിയോ ആണ്. BS6 വണ്ടി. അടുത്ത നമ്മുടെ ട്രാവലറിന്റെ അകത്ത് വുഡ് ഫിനിഷിങ് വരുത്തുന്നതിൽ പക്ക ഫിനിഷിങ് ചെയ്യുന്ന സെറ്റ് വർക്ക് എന്ന് പറയുന്ന സുമിത്തേട്ടനാണ്. ഒരു രക്ഷയില്ല. അത് നമ്മളെ ഫൈറ്ററിന്റെ റിവ്യൂ നമ്മുടെ ചാനലുണ്ട് കേസ്, ഒന്ന് കയറി നോക്കണം. വേറെ ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു അന്യാണ് അതിന്റെ വുഡ് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വച്ചിരിക്കുന്നത് കാണണം. പൊന്നോ പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തെക്കാൾ പ്രിയം ഫൈറ്ററിന്റെ വണ്ടി അല്ലെങ്കിൽ വേറെ ലെവലാണ്. അത് വെളിയിൽ നിന്ന് കാണുമ്പോഴും പവർ, അതിലെ കസ്റ്റം ഫ്രണ്ടിലെ ബോഡി ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. പകലായാലും രാത്രിയായാലും അതൊക്കെ കാണുന്നത് അന്യായം. ഈ വണ്ടി അകം കാണുന്നത് സെറ്റ് വർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ പൊന്നു ഒരു ഗുഡ് ഫിനിഷിങ് ഉണ്ടാവും, പവറാണ്. അത് നമ്മളെ ഒരു റിവ്യൂ കയറി നോക്കിയാൽ കണ്ടിട്ട് സത്യം പറഞ്ഞ കണ്ണ് തള്ളിപ്പോയി. ഉള്ള കാര്യം കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. കാരണം അങ്ങനെ ഒരു ട്രാവലർ ആദ്യമായിട്ട് കാണുന്ന ഫൈറ്ററിന്റെ അകത്താവും. മൊത്തം വുഡ് ഫിനിഷിങ്, ഒരു പ്രീമിയം ക്ലാസ് വണ്ടി. പാവപ്പെട്ടവന്റെ റോൾസ് റോയ്സ് എന്ന് പറയില്ല, അമ്മാതിരി വർക്കാണ് അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. പഠിക്കും ചോട്ട ഓണർ എയ്ഡൻ. ശരി, എൻ്റെ പൊന്നു കൊച്ച് വളർന്നു വരുന്ന വണ്ടി പ്രാന്തനാണെന്ന് തോന്നുന്നു ഗൈസ്. ക്യാബിൽ നോട്ടം നോക്കി ഏതാ ഗിയറിൽ പിടിച്ച് വലിക്കുന്നു. എൻ്റെ പൊന്നു ഉറപ്പാണ് വളർന്നു വരുന്ന വണ്ടി പ്രാന്തനാണ് ഗൈസ്. പഠിക്കും ചോട്ട ഓണർ. ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അങ്ങനെയാണ്, അതിന് വിട്ടുകളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹണി ബേസിന്റെ വണ്ടിയാണ്. എൻ്റെ ഒപ്പം അതിലും ഒരു നെയിം ബോർഡിന്റെ വെട്ടം കണ്ട, അതാണ് പവർ. എൻ്റെ ഒന്നും ഒരു രക്ഷയില്ല ഒരിക്കലും. ഇതിന് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ ആയിരിക്കും വണ്ടി വെച്ച് ചെയ്യേണ്ടത്. പഞ്ചമി നമ്മുടെ ട്രിവാൻഡ്രത്തെ സുമിത് ക്രിയേഷൻസിന്റെ വർക്ക്.
ഏതാ അടുത്ത നമ്മൾ ഹണി ബീച്ചിലുണ്ടോ ഗ്രീൻ കേരള അതും വൈറ്റ് അടിക്കുമ്പോൾ ഒന്നും കണ്ടുകൂടാ അത്രയ്ക്ക് പാവം എന്തുവാടേ നെയിം ബോർഡ് ചെയ്ത് വെച്ചേക്കണേ സെന്റ് ആന്റണീസ് അതൊന്നും ഞാൻ ഒരു വൈറ്റ് അടിക്കുമ്പോൾ നോക്കിക്കോളേ ഭയങ്കര പാവം പതിനാട്ടിൽ ഇനി ആര് വരാൻ ലണ്ടന്റെ വണ്ടി കഴിച്ചു ലണ്ടന്റെ വണ്ടി അവരുടെ ആ ഡ്രൈവർ കാശി ഇറങ്ങി വരും നമ്മളെ താറ് സുമിത് ക്രിയേഷൻസിന്റെ താറാണ് അതിൽ നിന്ന് ആരാ ഇറങ്ങി വന്നേ അതാണ് സുമിത് ക്രിയേഷൻസ് സുമിത് ഏട്ടൻ അപ്പം ലണ്ടന്റെ കാശി സുമിത് ക്രിയേഷൻ സുമിത് ഏട്ടൻ ഇൻ വൺ ട്രെയിൻ കഴിച്ചു അപ്പോൾ ഞാൻ സുമിത് ക്രിയേഷൻസിന്റെ വർക്കുകൾ ഇങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട് എല്ലാം വെറൈറ്റി വർക്കുകളാണ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ മെയിൻ എനിക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ നെയിം ബോർഡിലെ പ്രകാശമാണ് ഭയങ്കര പ്രകാശമാണ് എനിക്ക് അത് ചില സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അത്രയ്ക്ക് പ്രകാശമുള്ള പിള്ളേരുടെ അതിനെങ്ങനെയാണല്ലോ വണ്ടി നെറ്റ്വർക്ക് പവർ ആകുമ്പോൾ കയറിപ്പോകുന്ന ആരും ഒന്നും ചാഞ്ചാടുക മാത്രമല്ല അപ്പോൾ അതേപോലെ ചാഞ്ചാടുക മാത്രമല്ല കിട്ടില്ല ഡാൻസ് കളിക്കും അതാണ് പവർ. നമ്മളെ വണ്ടി ഇത്തിരി അടിപൊളിയായിട്ട് ലൈറ്റ് വർക്ക് ചെയ്ത് നമ്മളെ സുമിത് ക്രിയേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ചെയ്ത് വിളിക്കണം. ട്രിപ്പ് പോയ മതി ഏതാ നമ്മളെ വണ്ടി ഫുള്ള് ലൈറ്റ് ചെയ്ത് തന്നത് സുമിത്താണ്. അപ്പോൾ സുമിത്തിനൊരു ട്രിപ്പ് പോയപ്പം നല്ല റിവ്യൂ പറയാണ് തുണിയില്ലാതെ തുണിയില്ലാത്ത ആടാ ഇത് കണ്ടിട്ട് ഇനി നട്ടേ ഇതിനകത്ത് വേറെ എന്തിനാണ് പരിപാടി തുണി ഇടാത്ത ആടാ അപ്പൊ പവറല്ലേ ഇതൊരു മംഗളാദേവി ഫസ്റ്റ് വർക്കിംഗ് കർണാടക കർണാടക വണ്ടിയാണ് മംഗളാദേവി അതിലും മഴവില്ല 7 കളറുണ്ട് നോക്കി സീരിയസ് ആയിട്ട് 7 കളറുണ്ട് അത് പ്രകാശവും വെട്ടവും വെള്ളയിലേക്ക് 7 കളറിലും ഭയങ്കര വെട്ടം വെച്ചിട്ടുണ്ട് ആ നീല കളറൊക്കെ പോകുന്ന നോക്കണേ പ്രകാശം വിട്ട് കളിയില്ല കേസ് അതാണ് സുമിത് ക്രിയേഷൻസിന്റെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മുടെ നെയ്റ്റ് മെയർ പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല ഉടമസ്ഥൻ എന്ന് പറയും ഇംഗ്ലീഷ് ഈ നെയ്റ്റ് മെയറിന്റെ വണ്ടി ഉണ്ടല്ലോ അതും സമ്മതിക്കല്ലേ. അതായത് നൈറ്റ് മെയറിന്റെ അകവും ഇന്റീരിയർ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതാണ് ഡൈസ്റ്റാണ് റോൾസ് റോൾസൊക്കെ ആയിട്ടാണെങ്കിൽ കമ്പയർ ചെയ്യാം ആ ഒരു ലുക്കൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് അകമെന്ന് പറയുന്നത് ആ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് അതാണ് പ്രീമിയം ലുക്ക് മൊത്തം പ്രീമിയം ലുക്കാണ് നമ്മുടെ വർക്കൊക്കെ വരുന്നത് അതൊക്കെ ഏത് വണ്ടിയാണോ അപ്പൊ തുടങ്ങാല്ലേ എല്ലാവരും ഡാൻസ് കളിക്കുന്നു ഈ ഡാൻസ് കളിക്കുന്ന പറയുന്നത് ഒരു മാല കയറ്റാണ് കളിക്കാത്തവർ പോലും കളിച്ചു പോകുന്ന ഐറ്റമാണ് ഉണ്ണസിന്റെ വണ്ടി എന്റെ പൊന്നി ചെറുക്കന്മാരെടുത്ത വീഡിയോ ആണ് കേസ് ഒരു എഡിറ്റിംഗ് ഒന്നും ഇല്ലായിട്ടിരുന്നു എന്റെ പൊന്നി പവർ നെയിം ബോർഡ് വന്നപ്പം വിഷയം എന്ന് പറഞ്ഞാൽ പോലെ വിഷയം എന്തായാലും ഉണ്ണസിന്റെ ഒരു വീഡിയോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഉണ്ടായില്ലേ അപ്പം നിങ്ങളൊന്ന് ഇത് കണ്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക വേറെ ലെവലാണ് കേസ് അത് പ്രത്യേകം പറയണം അതായത് ഈ സുമിത് ക്രിയേഷൻസ് ഇൻസ്റ്റാഗ്രാം അവരുടെ വർക്ക് എന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലായാലും അല്ല വർക്കായാലും മൊത്തം പൊളിയാണ് ഉന്നാസിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടു അതുകൊണ്ട് കാര്യം പറയാം നെയിം ബോർഡ് കേരളത്തിലെ ആദ്യമായിട്ട് അവതരിപ്പിച്ച ആരാ സുമിത് ക്രിയേഷൻസ് ആണ് നമ്മുടെ ഉന്നസിന്റെ വണ്ടിയിൽ നെയിം ബോർഡ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ സുമിത് ക്രിയേഷൻസ് ആണ് അത് ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാവും ഇനിയും സെറ്റ് വർക്കുകളുടെ ഇൻസ്റ്റഗ്രാം റിയാക്ഷനുമായിട്ട് നമ്മൾ വരും ഇപ്പം സുമിത് ക്രിയേഷൻസിന്റെ ഏറ്റവും മെയിൻ ഘടകം പറയാൻ വിട്ടുപോയതല്ല ആദ്യം പറഞ്ഞായിരുന്നു വീണ്ടും ഒരിക്കലൂടെ പറയാം സ്റ്റോറീസ് പക്ക കിടിലാണ് പിന്നെ ഒരു കാര്യം റീൽസിൽ മാത്രമേ അതായത് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ മാത്രമേ ടൂറിസ്റ്റ് ബസ്സുകളുടെ അതായത് അവർ ചെയ്യുന്ന വർക്കുകൾ മാത്രമേ കാണും പോസ്റ്റ് കാണും പ്രണയ കാവ്യങ്ങളാണ് പോസ്റ്റുകൾ മൊത്തം ഒഴുകി വരുന്നത് ഓരോ ദിവസം ഇടുന്ന കാണണം സുമിത്തേട്ടൻ്റെ പഴയകാല പ്രണയങ്ങളുടെയൊക്കെ അയവറക്കുന്ന രീതിയിലുള്ള ഓരോ വാചകങ്ങളും ഒരു കാച്ചി കുറുക്കിയ കവിതകളുണ്ടല്ലോ
അതൊക്കെ ഇട്ട് റൊമാൻസ് പാട്ടൊക്കെ ഇട്ട് വരും. റൊമാൻസ് അല്ലേ ഗൈസ്. അപ്പോൾ അതേപോലെ പോസ്റ്റ് നോക്കിയാൽ അങ്ങനെ, റീൽസ് നോക്കിയാലോ ടൂറിസ്റ്റ് ബസ്സുകളുടെ, അതായത് സുമിത് ക്രിയേഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാവരുടെ റീൽസിൽ വരും. പിന്നെ സ്റ്റോറീസ്, അത് കണ്ടാൽ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പുന്ന രീതിയിലുള്ള ട്രോളൊക്കെ അങ്ങനെ ഇടും. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അത് ചുവന്ന ബട്ടണിൽ ചുമ്മാ അങ്ങ് പുതുക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നത് സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര. ബൈ ബൈ.